ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിക്കാഹിന്റെ തലേ ദിവസമാണ്. അപ്പൊ കുറച്ച് എഴും പുളിയൊക്കെ ഇരിക്കട്ടേന്ന് അങ്ങനെ ട്രെൻഡിങ് ആയ കത്തുപാട്ട് ഞങ്ങളും ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് നോക്കിയില്ല, നേരെ പറമ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി വായയിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇല പറിച്ചു വരുമ്പം ഒരു കൊല നടത്തിയ ഷോ ഓഫ് ആയിരുന്നു അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായത്. പിന്നെ കത്തി കിട്ടിയ ആവേശത്തിൽ കത്തിയേറ് വരെ നടത്തിയിട്ടുണ്ടായി. ഇനി വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രൂട്ട്സ് തികയോന്നൊന്നും അറിയില്ല. അങ്ങനെ 2 ദിവസം ഡ്രൈവിംഗ് ക്ലാസ് പോയ പറവിന്റെ വക വണ്ടി പിടിച്ച് നടക്കലൊക്കെ ഉണ്ടായിരുന്നു. വിഷയത്തൊന്നും സ്കിപ്പ് ആവുന്നില്ല, ഞങ്ങളുടെ വായില റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കത്തുപാട്ട് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ആഞ്ഞു കൊത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും നല്ല ഉഷാറായിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടി നല്ലോണം കളറായി. വീഡിയോ എടുത്തത് ഒരു കണക്കിന് നന്നായി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരാൾ കട്ട് ചെയ്യലും ബാക്കിയുള്ളവർ ഫുഡ് വെക്കലും ആയിരിക്കും. ഇതിപ്പോ എല്ലാരും മാറി മാറി വീഡിയോയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായി. എന്തിനാണ് ഇവനൊക്കെ ജനലിലൂടെ ഒളിഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും കത്തിയില്ല. ഇവനൊക്കെ വന്ന് 2 ഫ്രൂട്ട് അരിഞ്ഞില്ലെങ്കിൽ അതൊക്കെ ഒരു കാര്യമായിരുന്നു. ഞാൻ അടുത്തൊരു വരവേടെ മുന്നേ പരിപാടിക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് പൈസ കട്ടിക്ക് വെച്ചില്ല. ഇവിടെ കഷ്ടപ്പെട്ട് പണിയിലാണ് ടീം. പറഞ്ഞെങ്കിലാവോ? കൈതച്ചക്ക എത്തി. വേറൊരു കൈതച്ചക്കയും കിട്ടിക്കണ്. സാധനം ഉണ്ടാക്കി റിസാ. മെമ്പേഴ്സ് കൂടുതലുണ്ട്. ഇതിങ്ങനെ വെക്കണം എല്ലാരും കാണുന്നത്. സാധിക്കാതെ ഇറങ്ങി പുറപ്പെട്ട പെട്ടെന്ന് പരിപാടി തരും. എന്റെ പരിപാടിക്ക് നമ്മള് കത്തുപാട്ട്, ബാച്ചിലർ പാട്ടില്ലെങ്കിൽ ബാച്ചിലർ പാട്ടില്ല, കത്തുപാട്ട്. മുന്നൊരു നിക്കാഹിന്റെ തലേന്ന് അവക്കൊരു ബാച്ചിലർ പാർട്ടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാ കസിൻസും വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു പരിപാടി ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളെങ്കിൽ നടത്തുമ്പോൾ അല്ലേ ഒരു രസമുള്ളൂ. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ അവള് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ചുറ്റും കൂടി ഇരുന്ന് ഈ പാട്ട് പാടലും പരിപാടിക്കും എന്നുള്ള ചാൻസ് ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതെടുക്കുന്നു, നേരെ കത്തുപാട്ട് എടുക്കാന്നുള്ളൊരു പരിപാടി സെറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ ഇക്കാക്കയും നമ്മളെ പിള്ളേരെല്ലാരും കൂടി ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്, നമ്മളിപ്പോൾ ഇതങ്ങോട്ട് സെറ്റ് ആക്കും. പണ്ട് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒക്കെ തേച്ചത് സപ്പർ എന്ന് പറഞ്ഞ് കഴിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഇതിനെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് പിടിച്ച് കോളേജിലൊക്കെ അധികമായിട്ട് ഈ ഒരു പരിപാടി കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പുവിന്റെ എൻട്രി ആയിരുന്നു. അപ്പൊ അപ്പു ആണ് അവരുടെ കോളേജിൽ ഈ ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പഠിപ്പിച്ചു തരായിരുന്നു. അങ്ങനെ നമ്മുടെ മെമ്പേഴ്സ് കൂടിയതിനെ തുടർന്ന് നമ്മൾ കുറച്ചുകൂടി ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യണ്ടായി. ഞാൻ അനാറും എന്തപ്പഴവും പിന്നെ കക്കിരിയും മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരിയും ഒരു കൈതച്ചക്കൊക്കെ സെറ്റ് ചെയ്തു. ഇനിയാണ് മക്കളെ പരിപാടി സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം മിക്സ് ചെയ്യാൻ വന്ന സോനനെ ഇവരെല്ലാവരും കൂടി കളിയാക്കാണ്, ഇടത്തെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്, എല്ലാവർക്കും കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് നമ്മളെ റിസാണ് ഈ പരിപാടിയിലെ മെയിൻ ആള്. എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്യുന്നതും പാത്രം കൊണ്ടുവരുന്നതും ഇല കട്ട് ചെയ്യുന്നതിലും എല്ലാത്തിലും നമ്മളെ റിസന്റെ ഒരു കൈ ഉണ്ടായിരുന്നു. അങ്ങനെ മിക്സിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നിൽക്കുന്നില്ല മിക്സിങ്, ഭയങ്കര മിക്സിങ് ആയിരുന്നു. ചേച്ചി പശുവിന് കൊടുക്കാൻ പോവാ. ആയില്ല, ഒഴിക്കുമ്പോ പറയാ. ആയില്ല അതായില്ല. അറ്റ് ലാസ്റ്റ് മസാല വെച്ചിട്ടുള്ള ഒരു മിക്സിങ്ങും കൂടി അവിടെ കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ മസാല ഉള്ളത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെക്കണ്ടായി. അങ്ങനെ മുന്നേ അപ്പു കമ്പനിയിലെ മുന്നേ ലോക്കായിരിക്കുകയാണ്. അങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് വെച്ച പോലെ പരിപാടിക്ക് വന്ന എല്ലാരും വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായി. അപ്പൊ ഇതാണ് നമ്മളെ പെണ്ണിന്റെ ആങ്ങള. കട്ട് ചെയ്യാൻ വന്നിട്ടില്ലെങ്കിലും തിന്നാൻ വരാൻ ഒരു മറന്നുണ്ടായില്ല. സത്യം പറഞ്ഞ പരിപാടി ഇത്ര രസാവുന്ന് ഞങ്ങൾ എക്സ്പെക്ടേ ചെയ്തിട്ടുണ്ടായില്ല. മറ്റേ സാധനം മുന്നേ മറ്റേ കളിക്കില്ലേ, ചുപ്പ് ആരാതിങ്ങനെ
അപ്പൊ നിക്കാഹിന്റെ വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ.